ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമേഷ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ 2026 വരാനിരിക്കുന്ന LD ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ കൃത്യമായ രീതിയിൽ മുൻ വർഷങ്ങളിൽ എങ്ങനെയെല്ലാമാണ് PSC ഈ എക്സാമുകളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, അതനുസരിച്ച് ഏതൊക്കെ രീതിയിലുള്ള പഠനമാണ് ഇനി മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ MS വേഡിൽ, അതായത് മൈക്രോസോഫ്റ്റ് വേഡിൽ മുൻ വർഷങ്ങളിൽ PSC എക്സാംസിൽ, അതായത് ടൈപ്പിസ്റ്റ് പോലെയുള്ള എക്സാംസിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ പറയുന്ന ഈ ക്വസ്റ്റ്യൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിച്ച് ഇനി നിങ്ങളും ഇത്തരത്തിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള മുൻവർഷ ചോദ്യങ്ങളെ പരിചയപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പരമാവധി റിലേറ്റഡ് ഫാക്ടുകളും പഠിച്ച് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി വരുന്ന ഈ ടൈപ്പിസ്റ്റ് പോലെയുള്ള എക്സാമുകളിൽ നല്ലൊരു റാങ്ക് എന്ന നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ടൈപ്പിസ്റ്റ് എക്സാമുകളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് മൈക്രോസോഫ്റ്റ് വേഡ് 2007 ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളവ പരിചയപ്പെടുകയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അധികം ചോദ്യങ്ങളൊന്നും പരിചയപ്പെടുത്തുന്നില്ല, 1-2 ചോദ്യങ്ങൾ മാത്രം പരിചയപ്പെടുത്തി നിങ്ങൾക്ക് കൃത്യമായ ഒരു അവയർനെസ് തരിക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ബൈ ഡിഫോൾട്ട് the page orientation in MS Word 2007 is option A portrait, option B landscape, option C A4, option D letter. ഇവിടെ മക്കളെ നോക്കുക, ഏതാണ് ശരിയായ ഉത്തരം? ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ബൈ ഡിഫോൾട്ട് ദ പേജ് ഓറിയന്റേഷൻ ഇൻ MS Word 2007 ഈസ്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ശരി? അതായത് ഡിഫോൾട്ട് ആയിട്ട് MS Word, മൈക്രോസോഫ്റ്റ് വേഡില് പേജ് ഓറിയന്റേഷൻ ഏത് തരത്തിൽ, ഏത് രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? ശരിയായ ആൻസർ ഓപ്ഷൻ എ പോർട്രേറ്റ് ആണ്. MS Word, അതായത് മൈക്രോസോഫ്റ്റ് വേഡില് ഡിഫോൾട്ട് പേജ് ഓറിയന്റേഷൻ പോർട്രേറ്റ് ആയിരിക്കും. അപ്പം ലാൻഡ്സ്കേപ്പ് എവിടെയാണ് വരുന്നത്? അതായത് പവർ പോയിന്റില്, MS പവർ പോയിന്റില് ഡിഫോൾട്ട് പേജ് ഓറിയന്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ലാൻഡ്സ്കേപ്പ് ആണ്. അപ്പൊ ഈ രീതിയിൽ കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പം നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലെത്തിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് പേജ് ഓറിയന്റേഷൻ, ഏത് ടാബിലാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിചയപ്പെടാം. നമുക്കറിയാം, പേജ് ലേഔട്ട് ടാബിലാണ് പേജ് ഓറിയന്റേഷൻ ഓപ്ഷൻ ഉള്ളത്. പേജ് ലേഔട്ട് ടാബിലാണ് പേജ് ഓറിയന്റേഷൻ ഓപ്ഷൻ ഉള്ളത്. ആദ്യം അത് പഠിക്കുക. അപ്പൊ ഏത് ടാബിലാണ് പേജ് ഓറിയന്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പേജ് ലേഔട്ട് ടാബിലാണ്. ഏതൊക്കെ ടൈപ്പ് പേജ് ഓറിയന്റേഷൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർട്രേറ്റ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്. അതിൽ MS വേഡിലെ ഡിഫോൾട്ട് പേജ് ഓറിയന്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർട്രേറ്റും ആണ് എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ നമുക്കറിയാം, ഹോം ടാബ്, ഇൻസർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ്, അങ്ങനെ ടാബുകളുണ്ട്. ആ ടാബുകളിൽ പേജ് ലേഔട്ട് ടാബിലാണ് ഏത് ഓപ്ഷൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? നമ്മുടെ ഓറിയന്റേഷൻ ഓപ്ഷൻ ഇൻക്ലൂഡഡ് ആയിട്ട് ഉള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം, ഈ ഓരോ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, ഓറിയന്റേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പേജ് ഓറിയന്റേഷൻ എന്ന ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, പേജ് ലേഔട്ട് ടാബിലെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിലാണ് പേജ് ഓറിയന്റേഷൻ എന്ന ഈ ഒരു ഫംഗ്ഷൻ ഉള്ളത്. അപ്പം പേജ് ലേഔട്ട് ടാബിലെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിലാണ് പേജ് ഓറിയന്റേഷൻ ഉള്ളത് എന്ന കാര്യം പഠിക്കുക. എന്തിനു വേണ്ടിയാണ് ഈ പേജ് ഓറിയന്റേഷൻ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൽപ്സ് ഇൻ സെലക്ടിങ് ലേഔട്ട് ഓഫ് ദി ഡോക്യുമെന്റ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റിന്റെ ലേഔട്ട് ഏത് രൂപത്തിലായിരിക്കണം എന്നത് നിശ്ചയിക്കുന്നത് ഈ പേജ് ഓറിയന്റേഷൻ ഓപ്ഷനിലൂടെയാണ്. നമ്പർ ഓഫ് പേജ് ഓറിയന്റേഷൻ അവൈലബിൾ. എത്ര ടൈപ്പ്, എത്ര തരം പേജ് ഓറിയന്റേഷൻ ആണ് ഉള്ളത്? 2 ടൈപ്പ് പേജ് ഓറിയന്റേഷൻ ആണ് ഉള്ളത്. ഇപ്പൊ ഈ ഒരു രീതിയിൽ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളായി വന്നാൽ ഈ പറയുന്ന ഓരോ പോയിന്റിലുമുള്ള കോൺസെപ്റ്റ് ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരിക. നെക്സ്റ്റ്, when the text is printed
ലെങ്ത് വൈസ് ദിസ് ഈസ് കാൾഡ് ലെങ്ത് വൈസ് ആയിട്ടാണ് എന്ത് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടൈമിലെ ഓറിയന്റേഷൻ ഏത് ടൈപ്പ് ആയിരിക്കും? പോർട്രേറ്റ് ഓറിയന്റേഷൻ. അതായത് നോർമൽ നമ്മൾ MS വേർഡിൽ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ ടൈമിൽ ഡിഫോൾട്ട് പേജ് ഓറിയന്റേഷൻ പോർട്രേറ്റ് ആയിരിക്കും. എന്നാൽ നമുക്ക് മറ്റേതെങ്കിലും ഓറിയന്റേഷനിലേക്ക്, ഇപ്പൊ ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷനിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എവിടെ പോകണം? പേജ് ലേഔട്ട് ടാബിലെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ പോയിട്ട് ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യണം. ഡിഫോൾട്ട് MS വേർഡിലെ പേജ് ഓറിയന്റേഷൻ പോർട്രേറ്റ് ആയിരിക്കും. എന്നാൽ MS പവർ പോയിന്റിലെ പേജ് ഓറിയന്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാൻഡ്സ്കേപ്പ് ആയിരിക്കും. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും പേജ് ഓറിയന്റേഷൻ. പോർട്രേറ്റ് എന്നാൽ ഇങ്ങനെയും ആയിരിക്കും പേജ് ഓറിയന്റേഷൻ. ഇതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ലെങ്ത് വൈസ് പേജ് ഓറിയന്റേഷനെ വിളിക്കുന്ന പേരാണ് പോർട്രേറ്റ്. അതായത് ലെങ്ത് വൈസ് പേജ് ഓറിയന്റേഷനെ വിളിക്കുന്ന പേരാണ് പോർട്രേറ്റ്. എന്നാൽ നെക്സ്റ്റ് വന്ന് നമ്മൾ നോക്കുന്നത് വിഡ്ത് വൈസ് പേജ് ഓറിയന്റേഷൻ ആണ് എങ്കിൽ, when the text is printed widthwise, this is called landscape page orientation. ഇതാണ് വിഡ്ത് വൈസ് ആയിട്ടാണ് പേജ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് ലാൻഡ്സ്കേപ്പ് പേജ് ഓറിയന്റേഷൻ ആണ് എന്ന കാര്യവും ഓർക്കുക. അപ്പൊ പ്രധാനമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനിയുള്ള പരീക്ഷകളിലും ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളും LD ടൈപ്പിസ്റ്റ് പോലെയുള്ള എക്സാമുകൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ പഠിക്കുകയാണ്, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. കൃത്യമായ ഒരു മെന്റർഷിപ്പുമായിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പമുണ്ട്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന ആശങ്കകൾ ഒന്നും ഇനി വേണ്ട. എങ്ങനെയാണോ പഠിക്കേണ്ടത് ആ രൂപത്തിൽ നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു മെന്റർഷിപ്പോട് കൂടി, പ്രോപ്പറായ ഒരു ഗൈഡൻസോട് കൂടി തന്നെ നമുക്ക് പഠിക്കാം. ഇതിനു വേണ്ടി വരാനിരിക്കുന്ന LD ടൈപ്പിസ്റ്റ് പോലെയുള്ള എക്സാമുകളിൽ റാങ്ക് ഉറപ്പിക്കാൻ ഏറ്റവും പുതിയ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്ത് വളരെ ആത്മാർത്ഥമായി, വളരെ ഡെഡിക്കേഷനോട് കൂടി തന്നെ നമുക്ക് പഠിക്കാം. ഇനി വരുന്ന എക്സാമുകൾ, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എക്സാമുകളിൽ നല്ലൊരു റാങ്ക്, നല്ലൊരു മാർക്ക് എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാം. കൃത്യമായ മോഡൽ എക്സാമുകൾ എഴുതി നല്ല രീതിയിലുള്ള മെന്റർഷിപ്പോട് കൂടി PDF നോട്ട്സ്, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, മോട്ടിവേഷൻ സെഷൻസ്, കൃത്യമായ രീതിയിൽ ഓരോ തരത്തിലും ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്തുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് നന്നായി പഠിച്ച് റാങ്ക് എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാം. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിഞ്ഞ് നിങ്ങൾ കൺവിൻസിങ് ആണെന്നുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം ഇപ്പോഴേ ആരംഭിക്കാം. കൃത്യമായി ഒരു 4-5 മാസത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്ത് റിവിഷനും ചെയ്ത് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആവും. അപ്പം ഇതിനു വേണ്ടി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒട്ടും മടിക്കാതെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വേർഡ് 2007 the dash consists of several tabs in groups with buttons to give commands. അപ്പൊ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇൻ വേർഡ് 2007 the dash consists of several tabs in groups with buttons to give commands. കമാൻഡുകളോട് കൂടിയ ബട്ടൺസ് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് MS വേർഡ് 2007 ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ടൂൾ ബാർ, ഓപ്ഷൻ ബി മെനു, ഓപ്ഷൻ സി ഗ്രൂപ്പ് ടൂൾ, ഓപ്ഷൻ ഡി റിബൺ. ഇതിന്റെയും ആൻസർ ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇതും. ഓപ്ഷൻ ഡി റിബൺ എന്നുള്ളതാണ് ഇവിടെ ശരിയായ ആൻസർ. ഓപ്ഷൻ ഡി റിബൺ എന്നുള്ളതാണ് ഇവിടെ ശരിയായ ആൻസർ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത് എന്താണ് റിബൺ? നമുക്കറിയാം MS വേർഡ് വിൻഡോയിൽ ഏറ്റവും ടോപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന ടാബുകൾ അടങ്ങുന്ന ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്സ്, റിവ്യൂ, വ്യൂ, ഗ്രൂപ്പുകളും ചേരുന്ന ക്ലിപ്ബോർഡ്, ഫോണ്ട്, അതായത് ഹോം ടാബിലെ ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഇൻസെർട്ട് ടാബിലും വിവിധ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അങ്ങനെ ഈ 7 ടാബ്സിനും ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഈ ഗ്രൂപ്പുകൾ അടങ്ങുന്ന ഈ ഒരു ഇന്റർഫേസിനെ വിളിക്കുന്ന പേരാണ് റിബൺ.
ഈ ഒരു ഇന്റർഫേസിനെ വിളിക്കുന്ന പേരാണ് റിബൺ എന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് 2007 the ribbon is a graphical user interface element replaced the traditional menu bar and toolbar. പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെനു ബാർ, ടൂൾ ബാർ എന്നിവയെ മാറ്റി അതേ പൊസിഷനിലേക്ക് പുതിയ സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പുതിയ യൂസർ ഇന്റർഫേസ് മെത്തേഡാണ് റിബൺ. അതാണ് MS Word 2007 ഇപ്പോൾ ഉള്ളത്. Next, it is a command bar that organizes the program's features into the series of tabs at the top of the screen to help user quickly find the tools they need for specific task. യൂസറിന്, അതായത് നമ്മൾക്ക് ഓരോരുത്തർക്കും, അതായത് നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് MS Wordൽ നമുക്ക് എളുപ്പത്തിൽ ആ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഓരോ കമാൻഡുകളെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പൊസിഷൻ അല്ലെങ്കിൽ ഏരിയ ആണ് ഇത് റിബൺ എന്ന് പറയുന്നത്. ഈ വേർഡ് 2007 മുമ്പ് ഇത് മെനു ബാർ എന്നും ടൂൾ ബാർ എന്നും ഒക്കെ അറിയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ അറിയപ്പെടുന്നത് റിബൺ എന്നാണ്. റിബൺ എന്നാണ്. അപ്പൊ ഇതാണ് നമ്മുടെ റിബണുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടാബുകളും ഗ്രൂപ്പുകളും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ടാബുകളും ഗ്രൂപ്പുകളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നോക്കുക, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ മെയിൽ മെർജ് the main document is linked to which of the data source? In a mail merge, the main document is linked to which of the data source? ഏത് ഡേറ്റാ സോഴ്സുമായിട്ടാണ് നമ്മൾ മെയിൻ ഡോക്യുമെന്റിനെ ലിങ്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എവിടെ? മെയിൽ മെർജ്. ഒരു ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മെയിൽ മെർജ് എന്താണ് എന്ന് നമുക്കറിയാം എങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. നോക്കുക, ഓപ്ഷൻ എ ഫീൽഡ് നെയിം, ഓപ്ഷൻ ബി ഡേറ്റ നെയിം, ഓപ്ഷൻ സി ഹെഡർ നെയിം, ഓപ്ഷൻ സി ഡേറ്റ ഫയൽ. ഇതും നന്നായിട്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ. ഓപ്ഷൻ ഡി ഡേറ്റ ഫയലാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ഡേറ്റ ഫയലാണ് ശരിയായ ഉത്തരം. അപ്പം മെയിൽ മെർജ് എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. മെയിൽ മെർജ് നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഹോം ടാബ്, ഇൻസർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ് ടാബ്, മെയിലിംഗ്സ് ടാബ്. ഈ മെയിലിംഗ്സ് ടാബിലാണ് മെയിൽ മെർജ്. സ്റ്റാർട്ട് മെയിൽ മെർജ് ഗ്രൂപ്പിലാണ് മെയിൽ മെർജ് ഉള്ളത്. ഇപ്പൊ മെയിലിംഗ്സ് ടാബിലാണ് മെയിൽ മെർജ് ഉള്ളത് എന്ന കാര്യം മനസ്സിലായി. ഇനി എന്താണ് മെയിൽ മെർജ് എന്ന് നമുക്ക് നോക്കാം. മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? The ability to combine names and address with a standard document is called mail merge. ഇപ്പൊ മക്കളെ മെയിൽ മെർജ് എന്താണ്? ഇത് പ്രീവിയസ് ചോദ്യമാണ്. The ability to combine name and address with a standard document is called mail merge. What tab in MS Word you will use to access mail merge option? Mailings. മെയിൽ മെർജ് ഓപ്ഷൻ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ഏത് ടാബിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? MS Wordൽ മെയിലിംഗ്സ് ടാബിനെയാണ്. സ്റ്റാർട്ട് മെയിൽ മെർജ് ഓപ്ഷൻ ഈസ് ലൊക്കേറ്റഡ് മെയിലിംഗ്സ് ടാബിലെ സ്റ്റാർട്ട് മെയിൽ മെർജ് ഗ്രൂപ്പിൽ. മെയിലിംഗ്സ് ടാബിലെ സ്റ്റാർട്ട് മെയിൽ മെർജ് ഗ്രൂപ്പിൽ. ഇനി നോക്കിയേ, ഇൻ MS Word 2007 മെയിൽ മെർജ് ഹെൽപ്സ് us to. MS Word 2007 മെയിൽ മെർജ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നോക്കാം. സെൻഡ് ലെറ്റേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു കൂട്ടം ആളുകൾക്ക് ഒരു ലെറ്റർ എളുപ്പത്തിൽ സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മെയിൽ മെർജ് യൂസ് ചെയ്യുന്നത്. സെൻഡ് ഇമെയിൽ മെസ്സേജ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒരു ഇമെയിൽ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഓരോരുത്തർക്കും സെപ്പറേറ്റ് നമ്മൾ ഒരു ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം മെയിൽ മെർജ് ഉപയോഗിച്ച് ഡേറ്റാബേസിൽ, ഡേറ്റാ സോഴ്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ അനുസരിച്ച് എളുപ്പത്തിൽ ഈ ഡേറ്റയെ നമുക്ക് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നു. പ്രിന്റ് അഡ്രസ്ഡ് എൻവലപ്പ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് മെയിലിംഗ്സ്. പ്രിന്റ് അഡ്രസ്ഡ് എൻവലപ്പ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് മെയിലിംഗ്സ്. അതായത് ഒരു കൂട്ടം ആളുകൾക്ക് നമുക്ക് ആ ഒരു ഡേറ്റ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വ്യത്യസ്ത എൻവലപ്പുകളിൽ അവരുടെ അഡ്രസ്സുകൾ ഉൾപ്പെടുത്തി പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നു. പ്രിന്റ് അഡ്രസ് ലേബൽ ഫോർ എ ഗ്രൂപ്പ് ഓഫ് മെയിലിംഗ്സ്. ഇതെല്ലാം മെയിൽ മെർജിന്റെ ഫീച്ചേഴ്സ് ആണ്, അഡ്വാൻറ്റേജസ് ആണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ക്രിയേറ്റ് എ സിംഗിൾ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് എ
catalog or printed list of addresses. Next, mail merge is the process of combining document design with a list to create multiple copies of documents for each entry in the list. The list is called data source. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എൻവലപ്പുകൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നമ്മൾ ഡേറ്റാ സോഴ്സിൽ അഡ്രസ്സും നെയിമും എൻറ്റർ ചെയ്ത് കൊടുക്കുന്നത്. ആ ഡേറ്റാ സോഴ്സിലെ ഡേറ്റ വെച്ചുകൊണ്ടായിരിക്കും നമ്മുടെ മെയിൽ മെർജില് നമ്മുടെ മെയിൻ ഡോക്യുമെന്റില് ആ അഡ്രസ്സ് വരുന്നത്. നെക്സ്റ്റ്, മെയിലിംഗ്സ് ലിസ്റ്റ് ഈസ് നോൺ ആസ് ഡേറ്റാ സോഴ്സ്. ഇതായിരുന്നു നമ്മളുടെ ആൻസർ. മെയിലിംഗ്സ് ലിസ്റ്റ് അതായത് ആർക്കൊക്കെയാണോ അത് മെയിൽ ചെയ്യേണ്ടത് എന്നതിന്റെ ആ ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റിൽ നിന്നാണ് നമ്മുടെ മെയിൻ ഡോക്യുമെന്റിലേക്ക് അഡ്രസ്സും നെയിമും കോപ്പി പേസ്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെ പറയുന്ന പേര്, അതായത് ആ മെയിൻ ഡോക്യുമെന്റിനെ, അതായത് അയക്കേണ്ട ആളുകളുടെ ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് ഡേറ്റ സോഴ്സ്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന കാര്യം മറക്കരുത്. ദ ഡീഫോൾട്ട് കീ യൂസ്ഡ് ടു ഷോർട്ട് കട്ട് ഫോർ സ്പെൽ ചെക്ക്, അതായത് സ്പെല്ലിംഗ് ചെക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പെൽ ചെക്ക് F1, F5, F2, F7. ഓപ്ഷൻ എ F1, ഓപ്ഷൻ ബി F5, ഓപ്ഷൻ സി F2, ഓപ്ഷൻ ഡി F7. ഏതാണ് ശരിയായ ആൻസർ? മിക്കവാറും ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം ഓപ്ഷൻ ഡി F7 ആണ്. എന്തിനു വേണ്ടിയുള്ളത്? സ്പെൽ ചെക്കിന് വേണ്ടിയുള്ളത്. നമ്മൾ എൻറ്റർ ചെയ്ത ഡോക്യുമെന്റിലെ ഡേറ്റയിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പെൽ ചെക്കുകൾ നടത്തണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ F7 ആണ്. ഇവിടെ നമ്മൾ F7 അല്ലെങ്കിൽ സ്പെൽ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ടാബിലാണ് ഈ സ്പെൽ ചെക്കിന് വേണ്ടിയുള്ള ഈ ഒരു തെസറസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് എന്നതാണ് ആദ്യം നോക്കേണ്ടത്. തെസറസ് എന്ന് ചോദിച്ചാലും F7 ആണ്. റിവ്യൂ ടാബിലെ നമ്മൾ പറഞ്ഞു ഹോം ടാബ്, ഇൻസർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ്, മെയിലിംഗ്സ്, റിവ്യൂ, വ്യൂ. ആ റിവ്യൂ ടാബിലെ പ്രൂഫിംഗ് ഗ്രൂപ്പിലാണ് ഈ പറഞ്ഞ F7 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്ത് സ്പെൽ ചെക്ക് അഥവാ തെസറസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. തെസറസ് റിസർച്ച് ഓപ്ഷൻ ആർ ലൊക്കേറ്റഡ് ഇൻ ദി ടാബ് റിവ്യൂ പ്രൂഫിംഗ് ഗ്രൂപ്പ്. റിവ്യൂ ടാബിലെ പ്രൂഫിംഗ് ഗ്രൂപ്പിലാണ് തെസറസ്. മറന്നു പോവരുത്. ഇതിന്റെ ഷോർട്ട് കട്ട് കീ ആയിരുന്നു F7. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോവാം. തെസറസ് മറന്നു പോകരുത്. സ്പെൽ ചെക്ക് തെസറസ് റിവ്യൂ ടാബിലെ പ്രൂഫിംഗ് ഗ്രൂപ്പില്. ഓക്കെ, ഷോർട്ട് കട്ട് കീ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഷിഫ്റ്റ് F7 ആണ് എന്ത് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയുള്ളത്? തെസറസ്, അതായത് സ്പെൽ ചെക്ക്. എ തെസറസ് ഈസ് എ സോഫ്റ്റ്വെയർ ടൂൾ ഇൻക്ലൂഡിംഗ് വിത്ത് MS Word that provide synonyms for selected words. നമ്മൾ സെലക്ട് ചെയ്ത വേർഡ്സിന്റെ സ്പെൽ ചെക്ക് ആണെങ്കിലും സിനോണിംസ് ആണെങ്കിലും അന്റോണിംസ് ആണെങ്കിലും നമുക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏത്? തെസറസ്. റിപ്പീറ്റിംഗ് ദ സെയിം വേർഡ് ത്രൂ ഔട്ട് യുവർ റൈറ്റിംഗ് ക്യാൻ ബിക്കം റിപ്പീറ്റീവ് ടു എ റീഡർ ആൻഡ് യു കുഡ് യൂസ് എ തെസറസ് ടു ഗെറ്റ് സിനോണിംസ് ഓഫ് ദി വേർഡ്. അതായത് നമ്മൾ ഒരു പ്രിപ്പയർ ചെയ്ത ഡോക്യുമെന്റിൽ ഒരേ വേർഡ് പല സ്ഥലങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുവെങ്കിൽ അതിനെ ഒന്നിച്ച് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് ഭാഗം ചേഞ്ച് ചെയ്യാനോ നമുക്ക് ഏത് ഓപ്ഷൻ സ്വീകരിക്കാം എന്നാണ് പറയുന്നത്? തെസറസ് എന്ന് പറയുന്ന ഓപ്ഷൻ സ്വീകരിച്ച് അവിടെ ചേഞ്ച് ചെയ്യേണ്ട ആ ഒരു വേർഡ് എൻ്റർ ചെയ്യുക. അതനുസരിച്ച് ബാക്കിയുള്ള പൊസിഷൻസിൽ അത് ചേഞ്ച് ആയി വരും. റിപ്പീറ്റിംഗ് ദ സെയിം വേർഡ് ത്രൂ ഔട്ട് യുവർ റൈറ്റിംഗ് ക്യാൻ ബിക്കം റിപ്പീറ്റീവ് ടു റീഡർ ആൻഡ് യു കുഡ് യൂസ് എ തെസറസ് ടു ഗെറ്റ് എ സിനോണിം ഓഫ് ദി വേർഡ്. അതിന്റെ സിനോണിം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ തെസറസ് എന്ന് പറയുന്ന ഓപ്ഷനെ സെലക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും ഭാഗം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതൊരു ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടി തന്നിട്ടുള്ള ക്ലാസ് ആണ്. കാരണം ഏത് രീതിയിലാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിലവിൽ നമ്മുടെ ക്ലാസ്സുകളിലും ഇതുപോലെ ഓരോ സബ്ജക്റ്റുകൾക്കും, അത് നമ്മുടെ സബ്ജക്റ്റ് 100 മാർക്കിന്റെ ഏതൊക്കെ സബ്ജക്റ്റുകളുണ്ടോ സിലബസിൽ അതെല്ലാം പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്തുകൊണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന്റെ ചുവട് പിടിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എന്ന കാര്യം പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിലും ഇത്തരത്തിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക്സ്.